Magic morning. Magic morning. Morning. Magic morning. Okay. റെഡി അല്ലേ എല്ലാവരും? നല്ലൊരു മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞു. നമ്മുടെ സ്വന്തം റസാഖ് സാറിന്റെ ഒരു സെഷന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണെന്ന് അറിയാം. ടോപ്പിക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ശീലം അല്ലേ? ഇവിടെ ഇല്ലേ എല്ലാരും? കണ്ടു. ഓക്കെ 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 ഫൈൻ. അപ്പൊ നമ്മുടെ ശീലങ്ങളാണ് ശരിക്കും നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ നമ്മളായിട്ടൊക്കെ മാറുന്നത്. അതെല്ലാവർക്കും അറിയാം. നമ്മൾ ഒരുപാട് ബുക്കിലാണെങ്കിലും ഒരുപാട് കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. അപ്പം ഇന്നത്തെ ഈ ഒരു സെഷൻ അത്രയും നമുക്ക് എന്താ പറയാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും. കാരണം ശീലം എന്ന് പറയുമ്പോൾ അറിയാലോ. സോ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം ശ്രദ്ധിച്ച് കേൾക്കുക, പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യുക, ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. അപ്പം ഈ ഒരു ഇന്നത്തെ ഈ ഒരു ശീലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ നമ്മുടെ റസാഖ് സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. റസാഖ് സാർ, പ്ലീസ് വെൽക്കം. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ശീലമാണ്. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ചില ശീലങ്ങൾ മാറ്റിയെടുക്കാൻ, അല്ലേ? എല്ലാ ശീലവും മാറ്റിയെടുക്കേണ്ടതാണോ? അല്ല. നല്ല ശീലങ്ങളും ചീത്ത ശീലങ്ങളും ഉണ്ടാവും. ശീലങ്ങളില്ലാത്ത ഒരാളും ഈ ലോകത്തിലില്ല, അല്ലേ? അപ്പോ ശീലം മാറ്റാൻ റെഡിയാണോ? ചില ശീലങ്ങൾ നമുക്ക് മാറ്റിയെടുക്കണ്ടേ? അതിനല്ലേ ബി മാജിക്കിൽ വന്നേ, അല്ലേ? അപ്പൊ ആ ശീലം മാറ്റാൻ റെഡി ഉള്ളവരൊക്കെ റെഡി എന്ന് ടൈപ്പ് ചെയ്ത് യെസ്. അപ്പൊ ആദ്യത്തെ ഒരു ശീലം നമുക്ക് മാറ്റിയെടുക്കാം. ക്യാമറ ഓഫ് ആക്കിയിരിക്കണ ഈ ശീലം മാറ്റിയിട്ട് ഓൺ ആക്കിയിരിക്കാം. എങ്ങനെയുണ്ട് മനസ്സാറെ? ക്യാമറ ഓഫ് ആക്കിയിരിക്കണ ഈ ശീലം മാറ്റിയിട്ട് ഓൺ ആക്കിയിരിക്കണ ശീലം കൊണ്ടുവരാം. ഫസ്റ്റില് നെജില ചിരിക്കുകയാണ്. എല്ലാ ശീലവും മാറ്റാൻ റെഡി ആണല്ലേ? താങ്ക് യു ഷിജ മാം. ഷിജ മാം ഓൺ ആക്കിയിരുന്നത്. ഷൈനി എന്താ ഇരുട്ടത്തായിരിക്കുന്നുണ്ട്? മനോജ് സാർ താങ്ക് യു. ഉസ്താദ് സാർ ഉണ്ട്. ഒരാളുകൾ ഓൺ ആക്കിയിട്ടുണ്ട്. ചില ശീലങ്ങൾ നമ്മൾ മാറ്റണം എന്ന് ഉദ്ദേശിച്ചാലും ഒരു 1-2 ദിവസങ്ങൾ മാത്രം തുടർന്ന് പോകും. പിന്നീട് ആ പഴയ ശീലത്തിലേക്ക് തന്നെ വീണ്ടും വരും. അങ്ങനെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടാവും? ഒരു ശീലം നമ്മൾ മാറ്റണം എന്ന് വിചാരിക്കും. കുറച്ച് ദിവസങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ട് ശീലം മാറ്റിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാനും പെട്ടെന്ന് കാണാൻ പഴയ ശീലത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു. ഷൈനി മാമിനൊക്കെ നല്ല അനുഭവം ഉണ്ടാവും. അങ്ങനത്തെ ആളുകളെ ഷൈനി മാമിനില്ലെങ്കിലും അങ്ങനത്തെ ആളുകളെ നല്ല പരിചയം ഉണ്ടാവും. ശീലം മാറ്റാൻ തുനിഞ്ഞിട്ട് ശ്രമിച്ചിട്ട് വീണ്ടും അതേ സ്റ്റേജിലേക്ക് പോയ ആളുകൾ. അപ്പോ ചില ആളുകള് വിചാരിക്കുന്ന എന്താ പറയുക, നമ്മൾ ഉദ്ദേശിച്ചാലൊന്നും ഇതൊന്നും നടക്കില്ല എന്നാണ്. അങ്ങനെ ഇല്ല കേട്ടോ. ഏത് ശീലവും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഒരു മാറ്റിയെടുത്ത ശീലം ആർക്കെങ്കിലും ഒന്ന് പറയാൻ കഴിയുമോ? ഞാൻ ഇന്ന ശീലം മാറ്റിയെടുത്തിട്ടുണ്ട്, ഒരനുഭവം ഒറ്റന്ന് ആർക്ക് പറയാൻ കഴിയാം? ആ യെസ്, കറക്റ്റാണ്. രാവിലെ എണീക്കുന്ന ശീലം ഇല്ലായിരുന്നു, അത് മാറ്റിയെടുത്തു. ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ ഉണരുന്നു. പിന്നെ ഷൈനി മാമിന് എന്താ പറയുള്ളത്? രാവിലെ എഴുന്നേക്കുന്നത് കൊണ്ട് പിന്നെ എക്സസൈസ് ചെയ്യുന്ന ഒരു ശീലമായിട്ട് മാറി ഇതിൽ വന്നതിന് ശേഷമാണ്. എക്സസൈസ് ചെയ്യുന്ന ശീലം കൊണ്ടുവന്നു ജീവിതത്തിലേക്ക്. ബീന മാം എണീക്കുന്ന കാര്യമായിരുന്നു. ഇങ്ങനെ ഓരോരുത്തർ ശീലം മാറ്റിയെടുക്കും. ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട്, എന്താ പറയുക, ഒരു സംഭവം ഞാൻ ഇപ്പൊ ഷീല മാമിനോട് ഞാൻ ആവശ്യപ്പെട്ടു, എന്തോ ആട്ടെ, ചിലപ്പോ
പൈസ ആയിരിക്കും, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സഹായങ്ങളായിരിക്കും, അതല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട എന്തോ ഒരു സംഭവമായിരിക്കും ഷീല മാമിനോട് ഞാൻ ആവശ്യപ്പെടും. ഷീല മാം അത് നിരസിക്കും. എനിക്ക് പറ്റൂല, കഴിയൂല, ഞാൻ ചെയ്തു തരൂല, അല്ലെങ്കിൽ എനിക്ക് സാധ്യമല്ല എന്ന് പറയും. പിന്നെയും പിന്നെ ഷീല മാമിനെ ബന്ധപ്പെടുന്നത് ആ ഒരു സ്വഭാവമുണ്ട് അല്ലെ. ഇപ്പൊ ഷീല മാമിനോട് ഞാൻ പറയണേ, ഷീല മാം എന്റെ നാട്ടിലേക്ക് ഒന്ന് വരണം, വെറുതെ രസമായിട്ട് ഒരു ടൂറായിട്ട് പോരി എന്ന് പറഞ്ഞു. ഷീല മാം പറഞ്ഞു എനിക്ക് നടക്കില്ല, മലപ്പുറത്തേക്ക് വരാം, കോട്ടയത്തുനിന്ന് മലപ്പുറത്തേക്ക് വരാറിഞ്ഞാൽ എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ വീണ്ടും 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 അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം. വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി. അപ്പൊ ഷീല മാം പറയണേ, ഞാൻ ശ്രമിക്കാം റസാഖ് സാറ്, എനിക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് ഞാൻ നിങ്ങളെ വിളിക്കും, ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് വരും, ഒരു അതിഥിയായി കടന്നു വരും എന്നൊക്കെ ഷീല മാമിന് പറയാമെങ്കിൽ ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും വിളിച്ചു നോക്കാം. അല്ല ഷീമാം, അന്ന് പറഞ്ഞിരുന്നല്ലോ അല്ലേ. ഓ, ഷീല മാം നമ്മളെ ഒരു ക്ലിനിക്കൊക്കെ ഉദ്ഘാടനത്തിന് വന്ന ആളാണ്, ഞാൻ വിളിച്ചു, ഷീല മാം വന്നു. അപ്പോ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ അങ്ങനെ തന്നെ, ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമുക്കൊരു ശീലമുണ്ടെങ്കിൽ ആ ശീലം മാറ്റണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരാഴ്ച സമയം അല്ലെങ്കിൽ ഒരു 10 ദിവസം കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും, ആ പഴയ ശീലത്തിലേക്ക് തന്നെ കടന്നു പോകുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളെല്ലാ ദിവസവും രാവിലെ എണീക്കുന്ന സ്വഭാവം കൊണ്ടുവന്നു, ഒരാഴ്ച ബിമാജിക്ക് എങ്ങാനും പണി മുടക്കിയാൽ, അങ്ങനെ വരാതിരിക്കട്ടെ അല്ലേ, അങ്ങനെ വന്നാൽ നമ്മളൊക്കെ എന്ത് ചെയ്യും, ആ പഴയ ശീലത്തിലേക്ക് തന്നെ പോകും. ഞാനും പോവും, നിങ്ങളും പോവും, ഒരു സംശയവും വേണ്ട. കടം ചോദിക്കല് ഒരു ശീലമുള്ള ആളുകളുണ്ട്. മണിസാറിനോട് എങ്ങനെ കടം ചോദിച്ചുകൊണ്ടിരിക്കും, ഒരു 5,000 റുപ്യ മണിസാറ്. അപ്പൊ മണിസാർ അറിയും തരാൻ കഴിയില്ല എന്ന് പറയും, വീണ്ടും ചോദിക്കും, പിന്നെയും 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 ചോദിക്കുക. ഇനി ചോദിക്കരുതിട്ട എന്ന് പറഞ്ഞാൽ ഒരു 2 മാസത്തിന് ചോദിക്കില്ല, വീണ്ടും ചോദിക്കും. ഇതൊരു ശീലാണ്. എല്ലാ ഒരു ഇതിലും ഒരു ശീലമുണ്ട് നമുക്ക്, ആ പഴയ ശീലം. ആ പഴയ ശീലത്തിലേക്ക് വീണ്ടും തിരിച്ചു വരണം. ഞാൻ ചെയ്യരുത് എന്ന് ആഗ്രഹിച്ചാൽ പോലും, ഞാൻ ഇനി ഒരിക്കലും ചെയ്യില്ല എന്ന് വിചാരിച്ചാൽ പോലും നമ്മൾ ആ ഒരു ശീലത്തിലേക്ക് വരും. അത് ഏത് ശീലമായിരിക്കും? നല്ല ശീലമായിരിക്കുമോ അതോ ബാഡ് ശീലമായിരിക്കും? തിരിച്ചു വരുന്ന ശീലം ബാഡായിരിക്കും. നല്ല ശീലം ഒരിക്കലും നല്ല ശീലം കൊണ്ടുവന്നിട്ട് അത് പഴയ സ്റ്റൈലിലേക്ക് തന്നെ വരുന്നത് വളരെ കുറവാണ്. അതായത് നമ്മളൊരു നല്ല ശീലത്തിലേക്ക് വന്നാൽ വീണ്ടും എന്ത് ചെയ്യും, ബാഡ് ശീലത്തിലേക്ക് അങ്ങോട്ട് പോകുക എന്നല്ലാതെ ബാഡ് ശീലത്തിൽ നിന്നും നല്ല ശീലത്തിലേക്ക് വരുന്നത് വളരെ കുറവാണ്, വളരെ കുറവാണ്. ഇപ്പൊ ഒരാള് ലഹരിക്ക് അടിമപ്പെട്ടാൽ അയാൾ തിരിച്ചു വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ എന്തൊക്കെ ക്ലാസ്സുകൾ കൊടുത്താലും, എന്തെല്ലാം കൗൺസിലിംഗ് കൊടുത്താലും അയാൾ എന്ത് ചെയ്യും, അവിടെ തന്നെ നിൽക്കും. നേരെ മറിച്ച് നല്ല ശീലത്തിലേക്ക് വന്നാൽ ബാഡ് ശീലത്തിലേക്ക് പോകുമോ? പെട്ടെന്ന് പോകും ഇല്ലേ, പെട്ടെന്ന് പോകും. നല്ല ശീലത്തിലേക്ക് അയാൾ വന്നാലും ഒരു 10-15 ദിവസം കഴിയുമ്പോൾ ആ ബാഡ് ശീലത്തിലേക്ക് വീണ്ടും തിരിച്ചു. അപ്പോ നമ്മൾ സ്ട്രോങ് ആയി നിൽക്കാത്ത പക്ഷം നമ്മുടെ ശീലങ്ങളെ നമ്മൾ മാറ്റാൻ സാധ്യമല്ല. ഞാനിത് ചെയ്യില്ല എന്ന ഉറച്ച ആ വിശ്വാസത്തിൽ അല്ലെങ്കിൽ ഉറച്ച തീരുമാനത്തിൽ നിൽക്കാത്ത ഒരാൾക്കും ഒരു ശീലവും മാറ്റാൻ സാധ്യമല്ല. അപ്പൊ ശീലം മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആരാവശ്യമാണ് ശീലം മാറ്റം? ആരാവശ്യമാണ് ശീലം മാറ്റുന്നത്? നമ്മളാവശ്യമല്ലേ ഇല്ലേ? ശനിമേ നമ്മൾ ആവശ്യമല്ലേ ശീലം മാറ്റല്? അതെ അതെ അതെ.
അപ്പൊ ആരാണ് അതിന് ശ്രമിക്കേണ്ടത്? ആരാ? നമ്മൾ തന്നെ. നമ്മൾ തന്നെ. വേറെ നമുക്ക് മോട്ടിവേഷൻ നൽകാനോ നൽകിയിട്ടോ ഉപദേശം നൽകിയിട്ടോ അല്ലെങ്കിൽ ക്ലാസ് ചെയ്തിട്ടോ കൗൺസിലിംഗ് ചെയ്തിട്ടോ തെറാപ്പി ചെയ്തിട്ടോ ഒരു പ്രയോജനം ഉണ്ടാവില്ല. കാരണം നമ്മൾ ചേഞ്ച് ആക്കണം നമ്മുടെ ജീവിതം. ഷൈനിമാൻ ചേഞ്ച് ആക്കട്ടെ, എന്നിട്ട് എനിക്ക് ചേഞ്ച് ആകാം അല്ലേ? ഷൈനിമാൻ എന്നെ ചേഞ്ച് ആക്കട്ടെ, എന്നിട്ട് ഞാൻ ചേഞ്ച് ആയിക്കോളാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്. ഒരു പൂജാരിക്കോ അല്ലെങ്കിൽ ഒരു മുസ്ലിയാർക്കോ ഒരു പള്ളിയിലച്ഛനോ നമ്മളെ നന്നാക്കാൻ സാധ്യമല്ല, കഴിക്കില്ല. അവരവരെ ജോലി ചെയ്യും, അതവർക്ക് ജോലിയാണ്, അത് ചെയ്യും. എന്നല്ലാതെ നമ്മളെ ഒരു നല്ല രീതിയിലേക്ക് ഒരു നല്ല സൽസ്വഭാവിയായി മാറ്റിയെടുക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല, നമുക്കൊഴികെ. നമുക്ക് കഴിയും, പക്ഷെ എങ്ങനെ വേണം? അതൊരു ഉറച്ച തീരുമാനമായിരിക്കണം. ഞാൻ ഇന്നു മുതൽ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യും എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ പിന്നെ ആ ഒരു നാളെപ്പം മഴയല്ലേ, മഴയാണ്, പുറത്തിറങ്ങാൻ കഴിയൂല. ആരാ പറഞ്ഞു പുറത്തിറങ്ങണ എക്സസൈസ് ചെയ്യാനത്? ആരെങ്കിലും പറഞ്ഞു നമ്മളോട്? നമ്മളോട് ആരെങ്കിലും പറഞ്ഞോ പുറത്തിറങ്ങണം എക്സസൈസ് ചെയ്യാനെന്ന്? ആരെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. എന്താ വീട്ടിൻ്റെ അകത്ത് എക്സസൈസ് ചെയ്തത്? എക്സസൈസ് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചാൽ എവിടെയും ചെയ്യാം അല്ലേ? എക്സസൈസ് ചെയ്യണം എന്നൊരാൾ ഉദ്ദേശിച്ചാൽ വീടിനകത്തും ചെയ്യാം, പുറത്തും ചെയ്യാം. അപ്പൊ നമ്മൾ കാരണം കണ്ടെത്തുകയാണ്. ഇന്ന കാരണം കൊണ്ട് ഞാൻ ഇന്ന് ആ ശീലത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. നാളെയോ? നാളെ മറ്റൊരു കാരണം ഉണ്ടാവും, നാളെ മറ്റൊരു കാരണം ഉണ്ടാവും. ഇതൊരിക്കലും നമ്മളെ വിട്ടു പോകില്ല. എത്രത്തോളം നമ്മൾ കർശനമാകാത്ത സിറ്റുവേഷൻ വരെ. നിങ്ങൾ നോക്കൂ, സ്ഥിരമായി അമ്പലത്തിൽ പോകുന്ന അല്ലെങ്കിൽ ടെമ്പിളിൽ പോകുന്ന ഒരു വ്യക്തി ഒരു ദിവസം നമ്മൾ വിളിച്ചിട്ട് പറയാണ്, നമുക്കിന്ന് വേറൊരു ടൂറ് പോകാനുണ്ട്, ആ കാരണത്താൽ ഒരു ദിവസം മാറ്റിവെച്ചു. പിറ്റേന്ന് അയാൾ ഓട്ടോമാറ്റിക്കലി ഓർക്കും ഇന്നലത്തെ ടൂറിന്റെ ക്ഷീണം ഇന്ന്, ഇന്നലത്തെ ടൂറിന്റെ ക്ഷീണം ഇന്ന്. നാളെയോ? പിന്നീടാകാം 2 ദിവസം കൂടി കഴിയട്ടെ അല്ലേ? ഞാൻ എന്തായാലും പോകും മണി സാറേ, എന്തായാലും പോകും. ഒരു 2 ദിവസം കൂടി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, പിന്നെ ഞാൻ പോകും. പോകുമോ? പോകൂലെന്ന്. എത്ര ആളുകൾക്ക് നിങ്ങൾ ശ്രമിച്ചു നോക്കി. നമ്മളൊക്കെ പറയാറില്ലേ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തു, പക്ഷെ 1-2 ദിവസത്തെ ബിസി ഉണ്ട്, ഒരു 2-3 ദിവസത്തെ ബിസി ഉണ്ട്. ആ ബിസി കഴിഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും ബി മാജിക്കിൽ ക്ലാസ്സിൽ വരുമോ? വരില്ല. എന്താ കാരണം അറിയാം? ഒരിക്കലും നമ്മൾ നന്നാകണം എന്ന് നമ്മളെ ഉള്ളിലില്ല. പിന്നെന്താ ചെയ്യാ? നമ്മുടെ ഉള്ളിലില്ല. നമുക്ക് എങ്ങനെങ്കിലും നന്നാകണം. ഒരു ചേഞ്ച് വരുത്താതെ ഒരാളും ഇവിടെ വിജയിച്ചിട്ടില്ല, അതിലൊരു സംശയവും വേണ്ട ആർക്കും. ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാതെ ഒരാളെങ്കിലും വിജയിച്ചതായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമല്ല. പക്ഷെ ജീവിതത്തിൽ മാറ്റം വരുത്തി ഒരുപാട് ഉയരങ്ങൾ എത്തിയ ഒരുപാട് വ്യക്തികളെ എനിക്കറിയാം. നിങ്ങൾക്കറിയാം? ഒരാളെ പറയാമോ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ ഒരു മാറ്റം വരുത്തിയിട്ട് വെറും ലോ ലെവലിൽ താമസിച്ചിരുന്ന അല്ലെങ്കിൽ അതിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തി ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറി? ഒരു ലേഡിയാണ് ഞാൻ ഉദ്ദേശിച്ച വ്യക്തി, ഒരു ലേഡിയാണ്. ജീവിതത്തിലെ ഏറ്റവും ലോ ലെവലിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. പക്ഷെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരികയും ഒരു ശീലം കൊണ്ടുവരികയും
ആ ശീലം തുടർച്ചയായി ജീവിതത്തിൽ പകർത്തുകയും ചെയ്ത് ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആർക്കെങ്കിലും അറിയോ ആളെ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ്. ഒരു ലേഡിയാണ്, കുറച്ച് പ്രായമുണ്ട്. പറയാൻ കഴിയുമോ ആരാന്ന്? മനുഷ്യർന്ന് അറിയോ? മദർ തെരേസ ഒന്ന് ഓക്കെ, പക്ഷെ അതാ കുറച്ച് ജീവിതത്തിൽ നല്ല മാറ്റം വരുത്തിയ ആളാ. വേറെ നമ്മളെ ഇന്ത്യയിൽ തന്നെ ഉണ്ട് ഒരാൾ, ഇന്ത്യയിലുള്ള ഒരാള്, കേരളത്തിലുള്ള ആളാന്ന് വേണമെങ്കിൽ പറയാം. മാതാ അമൃതാനന്ദമയി അറിയോ ആളാ? അവരെ ജീവിതത്തില് ഒരു ശീലം കൊണ്ടുവന്ന് ആ ശീലം തുടർച്ചയായി അവര് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട് കേട്ടോ. ആ ശീലം നിലനിർത്താനായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്. അവരെ ചരിത്രം വായിച്ചാലും അറിയാം. ആ പ്രയാസങ്ങളൊക്കെ സഹിച്ച് ആ ശീലം കൊണ്ടുവരികയും ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുകയും ചെയ്തു. അങ്ങനെ എത്ര എത്ര ആളുകളുണ്ട്. യൂസുഫ് അലിയുടെ ചരിത്രം അറിയാം എനിക്ക്. ലോ ലെവലിലായിരുന്നു. അങ്ങനെ ലോ ലെവലിൽ ജീവിച്ച് ശീലം മാറ്റിയെടുത്ത് ആ ശീലം തുടർച്ചയായി കൊണ്ടുപോയി. അതിന് പ്രയാസം ഉണ്ടാവും, ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. പ്രയാസങ്ങളുണ്ടാവും. ആ പ്രയാസത്തെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിക്കും ഉന്നതങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, വിജയിച്ച ഓരോ വ്യക്തികളെ നിങ്ങളുടെ മനസ്സിൽ വിജയിച്ച 10 പേരെടുക്കുക. അത് ആരാകാം? മതപണ്ഡിതനാകാം, അതല്ലെങ്കിൽ ബിസിനസ് ഓണർ ആകാം. അവരെ പഴയ ശീലവും ഇന്നത്തെ ശീലവും മാറ്റമുണ്ടാവും, ഒരുപാട് മാറ്റമുണ്ടാവും. അപ്പൊ നമുക്കൊക്കെ, ഞാനാണെങ്കിലും ശീലമേമാണെങ്കിലും മനസാറാണെങ്കിലും ഇവിടെ ക്യാമറ ഓൺ ആക്കിയിരിക്കുന്ന മുസ്തഫ സാറാണെങ്കിലും ഒക്കെ, നമുക്ക് എന്തെങ്കിലും ഒന്ന് ആകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നിലവിൽ ഇന്നുള്ള നമ്മുടെ ശീലത്തെ ഒന്ന് മാറ്റി ഒരു നല്ല ശീലത്തിലേക്ക് കൊണ്ടുവരികയാണ്. എത്ര, ഞാൻ പറഞ്ഞില്ലേ, എത്ര പൈസ ഉള്ള ആളുകളാണ് കടം ചോദിക്കുന്ന സ്വഭാവം നിർത്തൂല. മനസ്സാറിന് അറിയാം അങ്ങനത്തെ ഒരു സ്വഭാവമൊക്കെ ഉള്ള എത്രയോ കണ്ടമാനം പൈസ ആളെടുത്തുണ്ടാവും, എന്നാലും ആള് കടം ചോദിക്കും. അതൊരു ശീലാണ്. തമാശ അറിയില്ല, നിങ്ങൾക്കൊക്കെ ഉണ്ടാവും, അനുഭവമുള്ള ആൾക്കാരുണ്ടാവും, ഒരുപാട് ആളുകളുണ്ടാവും. അതൊരു ശീലമാണ്. എനിക്കറിയാം, ഏകദേശം ഒരു 20ഓളം സൂപ്പർ മാർക്കറ്റ് ഉള്ള ഒരാളുണ്ട്. ഒരു സൂപ്പർ മാർക്കറ്റ് ഒന്നല്ല, 20 സൂപ്പർ മാർക്കറ്റ്, 20ന്റെ മുകളിൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇപ്പൊ അയാൾ ഹോട്ടലും തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ കേട്ടത്. ഞാൻ കണ്ടിട്ടില്ല, ഹോട്ടലും തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അയാൾ കടം ചോദിക്കും. 1 ലക്ഷം തിരിയാണ്ടോ, 1 ലക്ഷം തിരിക്കാണ്ടോ ചോദിച്ചു. ആ 1 ലക്ഷം രൂപ തൽക്കാലം. ഇതൊരു ശീലാണ്. ഇത്രയും പൈസ ആളെ കയ്യിലുണ്ട്, ഇത്രയും സ്ഥാപനങ്ങൾ അയാളെ കീഴിലുണ്ടായിട്ട് പോലും ഈ ഒരു സ്വഭാവം മാറ്റിയെടുക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും അതിനെന്താ പ്രശ്നം, ഒരാഴ്ച കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കൂല. കൊടുക്കൂലേ. നമ്മളൊക്കെ മനസ്സിൽ ഉദ്ദേശിക്കേണ്ട അത് തന്നെയാണ്. ഞാൻ ശീലാമേമിന്റെ അടുത്തുനിന്ന് 1 ലക്ഷം കടം വാങ്ങുന്നു, ഒരാഴ്ച കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കണം എന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ നടക്കൂല എന്നാണ്. ഒരാഴ്ച കൊണ്ട്, ഒരു കൊല്ലം കൊണ്ടും കൊടുക്കില്ല. അങ്ങനെ പെട്ട ആൾക്കാർക്ക് ഒന്ന് എസ് ടൈപ്പ് ചെയ്ത്, കടം കൊടുത്തിട്ട് കിട്ടാതെ ഒന്ന് എസ് ടൈപ്പ് ചെയ്ത് 2 ദിവസം കൊണ്ട് തരാൻ പറഞ്ഞിട്ട് ഇതുവരെ കിട്ടാത്തവരെ ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് എസ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ ആർക്കൊക്കെ കടം കൊടുത്തിട്ട് വിട്ട്. അതാ ഷൈനി മാമിന് വിട്ടിട്ട്. നമുക്ക് അത്രയും ബന്ധമുള്ള ആളുകളെയൊക്കെ തീർച്ചയായിട്ടും കിട്ടൂലാന്ന്. അത് 2 ദിവസം ഞാൻ എന്തായാലും തരും,
പക്ഷെ 2 ദിവസം കൂടി കഴിയട്ടെ, ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ലോൺ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്ഥലം വിൽക്കുന്നുണ്ട്, എൻ്റെ വണ്ടിക്ക് കച്ചവടം ആയിക്കൊണ്ടിരിക്കുകയാണ്, അതാണ് കച്ചവടമായ നിങ്ങളെ പൈസ തരും, അല്ലെങ്കിൽ ഈ ആഴ്ച കഴിഞ്ഞാൽ എനിക്ക് കുറി കിട്ടാനുണ്ട്, ഞാൻ കുറി ഉണ്ട്, ആ കുറി എനിക്ക് അടിക്കും എന്തായാലും, ലാസ്റ്റാണ്, ആ ലാസ്റ്റ് നറുക്കെടുപ്പ് എനിക്കാനാണ്, അത് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ശീല മാമിന് പൈസ തരും. കിട്ടൂല കേട്ടാ ശീല മാം. അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾ വെക്കേ വേണ്ട, തരൂല, വെറുതെ പറയണേ. ഈ സ്വഭാവം നമ്മൾ മാറ്റിയെടുത്തേ മതിയാവുള്ളൂ. നമ്മളെപ്പോഴും കൊടുക്കുന്ന ആളായിരിക്കണം, ഒരിക്കലും വാങ്ങുന്ന ആളായിരിക്കരുത്. ബി മാജിക്കിലുള്ള ആളുകളോട് പറയണം, നിങ്ങൾ ഒരിക്കലും വാങ്ങുന്ന ആളുകളാകരുത്, കൊടുക്കുന്ന ആളുകളായിരിക്കണം. കൊടുക്കുമ്പോ എന്താ, പോയി എന്ന് വിചാരിച്ചു കൊടുത്തോളൂ, ഒരു പ്രശ്നമില്ല. ഞാൻ ഇപ്പൊ ഒരു 50,000 ചോദിച്ച ഷീല മാമിനോട്, ഷീല മാം തരുമ്പോ തന്നെ എന്ത് ചെയ്യാം, ആ 50,000 ഒരു പുഴയിലേക്ക് ഞാൻ എറിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് തന്നാൽ മതി. ഒഴുകുന്ന പുഴയിലേക്ക് ഇട്ടു, പ്രശ്നമില്ല. തരൂലെന്ന് ഞാൻ തരില്ല, ധൈര്യമായിട്ട് പറയണം, തരൂല. അപ്പൊ കിട്ടൂല എന്ന് ഇതിൽ നിങ്ങൾ കൊടുത്തോളൂ, പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ ഒരിക്കലും വാങ്ങുന്ന ആളായിരുന്നു. വാങ്ങുന്ന ആളുകൾ കാലാകാലവും വാങ്ങുന്നവരാണ്, കൊടുക്കുന്ന ആളുകൾ എല്ലാ കാലവും കൊടുക്കുന്നവരുമാണ്. അപ്പൊ നമ്മൾ ആരാകണം എന്ന് നമ്മൾ തീരുമാനിക്കുക. ഞാൻ 100% ഗ്യാരണ്ടി പറയുന്നു, നമ്മുടെ പല ശീലങ്ങളും മാറ്റി എഴുതേണ്ട സമയം കടന്നു കഴിഞ്ഞു. പല വാക്കുകളും പല പ്രവർത്തനങ്ങളും നമ്മളിൽ നിന്ന് മാറ്റിയെടുക്കണം. ശീലം മാറ്റാതെ ഒരാൾ നോക്കൂ, നിങ്ങൾ കൃത്യമായ ഒരു ജീവിത ശൈലിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പട്ടിണി കെടുക്കേണ്ടി വരില്ല, നിങ്ങൾക്ക് ഒരിക്കലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വരില്ല. അങ്ങനെ അനുഭവം ഉള്ളവരുണ്ട് അവിടെ. ശീലം സ്ഥിരമായി, അതിന് ടെമ്പിളിൽ പോയാലും ശരി, പള്ളിയിൽ പോയാലും ശരി, ചർച്ചിൽ പോയാലും ശരി, ഇനി എവിടെയും പോയില്ലെങ്കിലും ശരി, സ്ഥിരമായ ഒരു ജീവിതം, ചിട്ടയായ ഒരു ജീവിതമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴയ കാലത്തിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായി ഹോസ്പിറ്റൽ കുറവാകും, രോഗങ്ങൾ കുറഞ്ഞു വരും, പണത്തിന്റെ ടൈറ്റ് കുറഞ്ഞു വരും. നിങ്ങൾ ശ്രമിച്ചു നോക്കൂ, നമ്മളൊക്കെ ശ്രമിച്ച് വിജയിച്ചവരാണ്. ശീലമില്ലെങ്കിൽ ഇതൊന്നും നമുക്ക് ആ പഴയ സിസ്റ്റം തന്നെ, പഴയ ആ റസാക്കിയാനെ കയറപ്പോഴും ഒരു മാറ്റം ഉണ്ടായോ അല്ലേ? പേര് വിളിച്ചാൽ എങ്ങനെയാണ് മണി സാറ്, റസാക്കിയ എന്ന് പേര് വിളിച്ചാൽ തലോണ്ട് ഇങ്ങനെ പറ്റുന്ന ആ റസാക്ക് തന്നെ ആയിരിക്കും. ശീലം മാറ്റിയപ്പോഴല്ലേ ക്ലാസ് എടുക്കാൻ വന്നത്, ശീലം മാറ്റിയപ്പോഴാണ് ട്രെയിനർ ആയത്. ചന്ദ്രികാമൻ മിണ്ടാത്ത കുട്ടിയായിരുന്നു, ഇന്നിപ്പോ അറിയപ്പെടുന്ന ഒരു ട്രെയിനറാണ്. എന്താ സംഭവിച്ചത്? ശീലം മാറ്റി. നമുക്കറിയാം, നമ്മൾ പോറ്റി വളർത്തിയ, നമ്മൾ നിർമ്മിച്ച ഒരുപാട് ആളുകൾ, ഈ മാജിക് നിർമ്മിച്ച ഒരുപാട് ആളുകൾ ഇന്ന് ട്രെയിനിങ് മേഖലയിൽ ഒരു കുതിപ്പ് തന്നെ നടത്തിയിരിക്കുകയാണ്. ട്രെയിനിങ് മേഖലയിൽ, ബിസിനസ് മേഖലയിൽ അവർ മുന്നോട്ട് പോയിരിക്കുകയാണ്. എന്താ കാരണം? ബി മാജിക് കർശനമായി പാലിക്കുന്ന ഒരു ചിട്ടയായ ജീവിതമാണ്. ആ ചിട്ടയായ ജീവിതം കൊണ്ടുവരാനാണ് ബി മാജിക്കിൽ വന്നത്, അതല്ലാതെ ഗ്രൂപ്പിൽ ഇങ്ങനെ കയ്യും കെട്ടിയിരിക്കാനല്ല. ബി മാജിക്കിന്റെ ഗ്രൂപ്പിൽ ഇങ്ങനെ 50ഓളം പേര് കയ്യും കെട്ടിയിരിക്കുന്നുണ്ട്. ഞാൻ അജിഷ മാമിനോട് പറഞ്ഞു, ഒരു തലക്കെന്ന് വെട്ടി തുടങ്ങിക്കോളൂ, വെട്ടി നിർത്താന്. കാരണം എന്തിനാണത്? നമുക്ക് രാവിലത്തെ സൂം മീറ്റിംഗിൽ വന്ന് ഒരു ക്ലാസ്സുകളൊക്കെ കേട്ട് ഒരു ചിട്ടയായ ജീവിതം നയിക്കാനാണ് നമ്മൾ ബി മാജിക്കിൽ വന്നത്. ആ ചിട്ടയായ ജീവിതം നമ്മൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കൊരിക്കലും മാറ്റം ഉണ്ടാവില്ല. 2000-ലും 2025-ലും ഒരേപോലെ ആയിരിക്കും. ഇനി 2035 ഉണ്ടെങ്കിൽ അന്നും ഇതേപോലെ തന്നെ, ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പൊ ശീലം മാറ്റിയെടുക്കുക, നല്ല ശീലത്തിലേക്ക് വരിക, ജീവിതത്തിൽ വിജയിക്കുക. താങ്ക് യു വെരി മച്ച്.
ഓക്കെ, താങ്ക് യു റസാഖ് സർ, താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷൻ ആയിരുന്നു അല്ലേ? ഓക്കെ, അപ്പം നിങ്ങളുടെ ടൈമാണ് ഇനി. റസാഖ് സർ പറഞ്ഞത് നമ്മുടെ എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറയാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യാം, ഫീഡ്ബാക്ക് പറയാം. ആരാ ഫസ്റ്റ് വരുന്നേ? ഗുഡ് മോർണിംഗ്. യെസ് മിസ്റ്റർ സർ, പറഞ്ഞോളൂ. റസാഖ് സാറിന്റെ നല്ല ടോപ്പിക്കായിരുന്നു ശീലങ്ങൾ. ഞാനടക്കം അതിന്റെ കാരണക്കാരനാണ്. കാരണം ശീലങ്ങൾ മാറ്റാതെ നമ്മൾ എന്തെല്ലാം മുന്നോട്ട് പോകാൻ പറ്റൂല. കറക്റ്റാണ്, അതിന്റെ വലിയ ക്ലാസ് ആയിരുന്നു. കാരണം റസാഖ് സാറിന്റെ അനുഭവം തന്നെ റസാഖ് സാർ പറയുകയും ചെയ്യുന്നു. കാരണം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഓരോ ക്ലാസ് ആയിരുന്നു. സൂപ്പറായിരുന്നു. കാരണം നമ്മൾ മാറാതെ വേറെ മാറ്റാൻ പറ്റില്ല. നമ്മൾ സ്വയം തന്നെ മാറാൻ തയ്യാറാവണം. ഏത് ശീല അത് ദുശീലാണെങ്കിൽ നല്ലതാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. വളരെ താങ്ക് യു നല്ല മുസ്തഫ. ഒരു അവതരണമായിരുന്നു. ആരാ പറഞ്ഞ പറഞ്ഞു സമയം പറഞ്ഞു പറഞ്ഞോളൂ. വളരെ നല്ല, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും ഒരു എന്താ പറയാ, ബി ദ 1% എന്ന് പറയുന്നത് പോലെ നമുക്ക് ശീലങ്ങള്, സാർ പറഞ്ഞതുപോലെ ശീലങ്ങൾ മാറ്റാതെ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂല എന്നുള്ളതൊരു ഫാക്റ്റാണ്. ഭയങ്കര സക്സസ് ആയ, പറഞ്ഞല്ലോ, സക്സസ് ആയ ആളുകളുടെ ജീവിതത്തിൽ അവര് കൊണ്ടു നടക്കുന്ന ഒരു കറക്റ്റ് റുട്ടീൻ ഉണ്ടാവും. അത് നമ്മൾ അവരുടെ ജീവിതം നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ നമുക്കൊക്കെ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇതൊക്കെ മോട്ടിവേഷൻ മാത്രമാണുള്ളൂ. മോട്ടിവേഷൻ കേട്ടിട്ട്, ഒരു കോമഡി ഉള്ളതുപോലെ മോട്ടിവേഷൻ കേട്ട് 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 അല്ലെങ്കിൽ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ പോലെ അവിടെ കിടക്കുന്ന അവസ്ഥയാണ് അവിടെയൊക്കെ ഉള്ളത്. മോട്ടിവേഷൻ അല്ല ശരിക്കും നമുക്ക് വേണ്ടത്, ഡിസിപ്ലിൻ ആണ് എന്നുള്ളതാണ് ഇതിന്റെയൊക്കെ ഒരു ആകത്തുക. എന്തായാലും നമുക്കൊക്കെ ആ ഒരു ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ആ ഒരു പവർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു മിഷാബ് സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ബാക്കിയുള്ളവരെന്താ മിണ്ടാതിരിക്കുന്നേ? ശീലങ്ങൾ എങ്ങനെയാണ്? പറഞ്ഞോളൂ. പറഞ്ഞോളൂ ശീലാമ്മ, പറഞ്ഞോളൂ. ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. തീർച്ചയായിട്ടും ശീലങ്ങൾ മാറ്റുന്ന ഒരു കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശീലങ്ങൾ എന്തെങ്കിലും മാറ്റാനുണ്ടെങ്കിൽ അവ എങ്ങനെ മാറ്റണം എന്നുള്ളത് ഒന്നുകൂടെ നമ്മുടെ മനസ്സിൽ ഒന്ന് ഉറപ്പിക്കാൻ പറ്റിയ തരത്തിലുള്ള ക്ലാസ് ആയിരുന്നു. ഇതൊക്കെ നമുക്കറിയാവുന്ന കേസുകെട്ടുകൾ തന്നെയാണ്. നമ്മുടെ മനസ്സിന് മടിയായതുകൊണ്ടാണ് നമ്മൾ മാറ്റാത്തത്. നമുക്കൊരു ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മാറ്റാൻ പറ്റത്തുള്ളൂ. അതായത് നമുക്ക് അതിൻ്റെ ഒരു തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിലേ നമുക്ക് മാറ്റാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് സത്യം. അപ്പം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, എനിക്ക് ഹെൽത്ത് ഇഷ്യൂ വന്നപ്പം എന്താണ്, ചായ, കാപ്പി ഇവയൊക്കെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു. എനിക്ക് എപ്പോഴാ ഇൻസ്ട്രക്ഷൻ കിട്ടിയോ അന്ന് മുതൽ ഇന്ന് വരെ, കേൾക്കാമല്ലേ? അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ചായയോ കാപ്പിയോ കുടിച്ചിട്ടില്ല. എത്ര പിടിയുന്നാ ഞാൻ ആ സാധനം അത് മാറ്റിക്കളഞ്ഞത്. റെയറായിട്ട് ഏതാണ്ട് ഒരു ഒക്കേഷനിൽ 1-2 പ്രാവശ്യം ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോഴും മറ്റൊരു 2 ചായ കുടിച്ചതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇതുവരെയായിട്ടും കട്ടൻ കാപ്പിയോ ചായയോ കോഫിയോ ഒന്നും ഞാൻ കുടിച്ചിട്ടില്ല. അപ്പം നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യം വരണം. നമുക്ക് ആവശ്യം വരാത്തത് കൊണ്ടാണ് നമ്മൾ ഇപ്പം, നമ്മെ സംബന്ധിച്ചിടത്തോളം എന്നതാണ്, നമ്മളിപ്പം നോളജ് കൊണ്ടങ്ങ് നമ്മുടെ തല അങ്ങ് വീർത്തിരിക്കുവാണ്. പക്ഷെ എത്രമാത്രം ട്രാൻസ്ഫോർമേഷൻ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. സൈഫ് സാറ് പറയുന്ന പോലെയാണേലും റസാഖ് സാറ് പറഞ്ഞ പോലെയാണ്, നിങ്ങൾക്ക് എന്ത് ട്രാൻസ്ഫോർമേഷൻ ആണ് ഉണ്ടായത്? അതിന് നമ്മളൊരു
എന്താ സ്ട്രോങ് ഡിസിഷൻ എടുക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അത് വരാത്തത്. ആവശ്യം വന്നിട്ടില്ല, അതുകൊണ്ടാണ്. ആവശ്യം വന്നാൽ തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മൾ ചെയ്തിരിക്കും. ഓക്കെ, താങ്ക് യു. നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ശീല മാം. താങ്ക് യു ഷില മാം. താങ്ക് യു സോ മച്ച്. ഷൈനി മാം. റസാഖ് സാർ ആദ്യമായിട്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ നല്ലൊരു ക്ലാസ് തന്നതിന് താങ്ക് യു സാർ. നമ്മൾ എങ്ങനെ നല്ല ശീലങ്ങൾ കൊണ്ടുവരാമെന്നുള്ളത് അത് നമ്മുടെ ഒരു ദൃഢനിശ്ചയം നമ്മൾ എടുക്കുന്നതിലൂടെയാണെന്നും അതുപോലെ തന്നെ ദോഷമായിട്ടുള്ള ശീലങ്ങൾ, മോശമായിട്ടുള്ള ശീലങ്ങൾ നമ്മൾ പെട്ടെന്ന് നമ്മളിലേക്ക് വരാൻ സാധിക്കുകയാണെന്നുള്ളതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പല ഉദാഹരണങ്ങളിലൂടെ നല്ലൊരു ക്ലാസ്സാണ് സാർ തന്നത്. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഷൈനി മാം. ഷൈനി മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, മനോജ് സർ. ഗുഡ് മോർണിംഗ് റസാഖ് സാർ. എല്ലാ തവണത്തെ പോലെയും ഇത്തവണയും നമ്മുടെ എല്ലാം ചെറിയ ചെറിയ ശീലങ്ങളെ പറ്റി സാറ് ഏതെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെന്റിനെ പറ്റി പറയാറുണ്ട്. അതേപോലെ ഇത്തവണ ശീലം എന്നുള്ള ശീലത്തിനെ പറ്റി പറഞ്ഞു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഞാനും ആ ശീലത്തിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ട് സംസാരിക്കുന്നത്. താങ്ക് യു സാർ. താങ്ക് യു. എല്ലാവരും ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലായ എന്തെങ്കിലും ചെറിയ വിഷയം എല്ലാവരും ഒന്നാണ് സംസാരിച്ചോളൂ. ആ മിണ്ടാതിരിക്കുന്ന ശീലം ഒന്ന് മാറ്റുക. എല്ലാവരും yes. പറഞ്ഞു. അതെ. നല്ല ക്ലാസ് തന്നെയായിരുന്നു. നമ്മളെ ശീലങ്ങളാണ് നമ്മളായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനും നല്ലതിലേക്ക് എത്തിച്ചേരാനും ശരിയായ ഒരു പ്ലാറ്റ്ഫോമാണ് ബിമാജിക്കിൻ്റെ. അപ്പൊ ഇതിൽ വന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് നല്ല ശീലങ്ങളായിട്ട് ഉള്ള വ്യക്തികളായിട്ട് മാറാൻ പറ്റിയിട്ടുണ്ട്. ചിട്ടയായ ജീവിതത്തോട് കൂടിയിട്ട് വളരെ ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേരാനും പറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചാലേ നമ്മൾ അത് സാധിക്കുള്ളൂ. അപ്പൊ നമ്മളൊരു ഉറച്ച തീരുമാനം എടുത്തിട്ട് നമുക്കിത് സാധിക്കും എന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് ബാഡ് ഹാബിറ്റ്സ് ഒഴിവാക്കാനും നല്ല ശീലങ്ങളിലേക്ക് ഏർപ്പെടാനും തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നതാണ്. ഇപ്പൊ സാറ് പറഞ്ഞ മാതിരി പല ഉന്നതന്മാരും ഇത് മാറ്റിയത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തിയത്. അപ്പോൾ നമ്മളെ ശീലങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നമ്മൾ നല്ലതിലേക്ക് മാറ്റിയ കൃത്യമായ ഒരു ചിട്ടയായ ജീവിതത്തോട് കൂടിയിട്ട് നമ്മൾ മുന്നേറണം. ഒരു ചേഞ്ചസ് എന്തായാലും കൊണ്ടുവരാതെ പറ്റില്ല. അപ്പൊ ചേഞ്ചസ് കൊണ്ടുവരുന്നവർക്കേ ഉന്നതങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ നല്ല ശീലങ്ങൾ തുടർച്ചയായിട്ട് നമ്മൾ അത് ബ്രേക്കില്ലാതെ എക്സ്ക്യൂസ് ഒഴിവാക്കിയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം നല്ലൊരു ക്ലാസ് തന്നതിന് റസാഖ് സാറിന് നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മണി സാർ. താങ്ക് യു ദിവ്യ മണി പറഞ്ഞോളൂ. സർ. ദിവ്യ പറഞ്ഞോളൂ. ഹലോ, ഗുഡ് മോർണിംഗ് സർ. നല്ല ശീലങ്ങളിലൂടെ നമ്മുടെ ബിമാജിക്കിൽ എല്ലാവരും എന്താ പറയാ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയ നല്ല ശീലങ്ങളുമായിട്ട് ഓരോ ദിവസവും ഉന്നതങ്ങളിൽ എത്തിച്ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. താങ്ക് യു ദിവ്യ. ഹലോ സാർ. വേറെ അല്ല സാർ, സാറ് പറഞ്ഞ നമ്മളെ ശീലങ്ങളിൽ ചിലത് ചിലപ്പോൾ സൂക്കേടായിട്ട് യാത്രയിലായിട്ട് 1-2 ദിവസം ബാക്ക് നിന്നാലും പിന്നെയും ബിമാജിക്കൽ അതിനോണ്ട് വീണ്ടും അത് തുടർന്ന് പോകുന്നുണ്ട്. താങ്ക് യു ബീന മാം. വേറെ താങ്ക് യു സാർ. പറഞ്ഞോളൂ. സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മളെ ശീലങ്ങൾ തന്നെയാണ് നമ്മളെ മാറ്റിയെടുക്കുന്നത്. അത് നമ്മൾ വിചാരിക്കണം. നമ്മളെ ശീലങ്ങള് നമ്മള് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ തന്നെ വിചാരിക്കണം. ഞാനൊക്കെ അങ്ങനെ ആയതാണ്. ഞാനൊക്കെ ഒരുപാട് പ്രശ്നത്തിൽ കൂടെ വന്നിട്ട് ഞാനൊരു ഉറച്ചൊരു തീരുമാനത്തിൽ ഞാൻ ഇനി രാവിലെ നേരത്തെ എണീക്കുക, പൂജ ചെയ്യുക, അപ്പൊ ഇങ്ങനത്തെ ഒരു ബിമാജിക്കിലൊക്കെ ക്ലാസ്സിൽ പങ്കെടുക്കുക, അതിപ്പോ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറി. 1-2 വർഷമായിട്ട് ഞാനിപ്പോ അങ്ങനെയാണ്. അത് നമുക്ക് അങ്ങനത്തെ ഒക്കെ ഒരു ലൈഫ് നമുക്ക് എല്ലാം കൊണ്ടും നല്ലത് മാത്രമേ വരുത്തുന്നുള്ളൂ.
നല്ല ക്ലാസ് ആയിരുന്നു സാർ. നമ്മളിപ്പോ സാറ് പറഞ്ഞതൊക്കെ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നല്ല നല്ല ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു ഷീജ മാം. ഓക്കെ. ഇനി ആരെങ്കിലും പറയണ്ടോ? മനോജ് പറഞ്ഞു, ഷീല മാം പറഞ്ഞു, ശൈലി പറഞ്ഞു, രഞ്ജിത്ത് പറഞ്ഞോ? അഖില മാം പറഞ്ഞില്ലല്ലോ. ആ അഖില സാറേ, മാം ഈ പറഞ്ഞു. ശീലം എന്ന് പറഞ്ഞ ഒരു അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് മാസം വരെയൊക്കെ കോൺസ്റ്റന്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് ശീലമായിട്ട് വരും എന്ന് പറഞ്ഞത്, അത് പലർക്കും അവരുടെ ആദ്യത്തെ അറ്റംപ്റ്റിലോ രണ്ടാമത്തെ അറ്റംപ്റ്റിലോ ഒന്നും തന്നെ ശരിയായി കിട്ടണമെന്നില്ല. അത് കൺസിസ്റ്റന്റ് ആയിട്ട് വിടാണ്ട് തുടർന്ന് പോയി ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ മൂന്നോ നാലാമത്തെ അറ്റംപ്റ്റിലൊക്കെ ആണെങ്കിൽ പോലും അവർക്കത് അവർ ഉദ്ദേശിക്കുന്ന കാര്യം ശീലമാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഒരു തവണയോ രണ്ടോ തവണയോ ഒക്കെ ഫ്ലോപ്പായെന്ന് പറഞ്ഞിട്ട് ആ ശീലം ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു അറ്റംപ്റ്റ് നിർത്താണ്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ ആർക്കാണെങ്കിലും ആ ശീലം ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. അത് പറഞ്ഞത് വളരെ നല്ല ഒരു ടോപ്പിക്കും എല്ലാവർക്കും ഉപയോഗപ്പെടുന്നതുമായിട്ടുള്ളൊരു സംഗതിയാണ്. ശീലം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓവറാൾ അവരുടെ ചെറിയ ചെറിയ ശീലങ്ങളാണെങ്കിൽ പോലും ഓവറാൾ അവരുടെ എല്ലാ മേഖലയിലും നല്ല ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയായിരുന്നു. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഇതൊക്കെ കഴിഞ്ഞല്ലോ. ചിലർക്ക് ചില ഡേറ്റ് വേണം. ജനുവരി 1 നല്ല ശീലം തുടങ്ങാൻ. അങ്ങനെ അത് കുറച്ച് ദിവസത്തിന് ഉണ്ടാവും. അത് ജിമ്മിൽ പോകാൻ ഒരു ഡേറ്റ് വേണം. അത് ഒരു 5 ദിവസത്തിൽ അങ്ങനെ. ജിമ്മിൽ ആ ജനുവരി 20 ഒരു 1-ാം തീയതി മുതൽ 25-ാം തീയതി വരെ നിന്ന് ചെയ്യാനുള്ള സ്ഥലം പോലും ഉണ്ടാവില്ല. അതെ അതെ, 1-ാം തീയതി പറയും ഇന്ന് ചാൻസ് കിട്ടിയില്ല, നാളെ നോക്കാറ്. അങ്ങനെ പറയരുത്. ശീലം പിന്നെ കൊണ്ടുവരികയാണ് നിർബന്ധമായിട്ടും. അത് കുറെ പ്രയാസമുള്ളത് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞതുപോലെ 2-3 മാസം കുറച്ച് പ്രയാസം തന്നെ. പിന്നെ എങ്ങനെ എന്തോ പിന്നെ ആ ഒരു വഴിയിലേക്ക് അങ്ങനെ വൈകിപ്പോയിക്കോളും എന്ന് വിചാരിച്ച് ഞാനെല്ലാം തേഞ്ഞ ആളാണെന്ന് വിചാരിച്ച് നിർത്തിപ്പോണ്ട. അത് നിർത്തിപ്പോയാൽ പിന്നെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. ഓക്കെ, വേറെ കഴിഞ്ഞില്ലേ മുഫീദ? ഓക്കെ. ഇനി ആരെങ്കിലും ഉണ്ടോ? അഖില മാം ഉണ്ടായിരുന്നു. അഖില മാം ലീവ് ചെയ്തു തോന്നുന്നു. ആ പറയൂ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ല എന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഈ വൈൻഡപ്പ് ചെയ്യാം അല്ലേ റസാഖ് സർ? അതെ അതെ അതെ. ഓക്കെ, അപ്പം ഇന്ന് നല്ലൊരു ടോപ്പിക് ആയിട്ടാണ് നമ്മുടെ റസാഖ് സർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. നമുക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി അല്ലേ? അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾ നോട്ട് ചെയ്യാം. നമ്മുടെ ശീലങ്ങളൊക്കെ നല്ല ശീലങ്ങളാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. സോ ഈ ഒരു സെഷൻ, ഇന്നത്തെ ഈ ഒരു സെഷൻ എടുത്ത റസാഖ് സാറിനും ഇതിൽ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ലീവ് ചെയ്യാം. ഹാവ് എ നൈസ് ഡേ. ബൈ ഓൾ. താങ്ക് യു റസാഖ് സർ. താങ്ക് യു ഓൾ. താങ്ക് യു സാർ. താങ്ക് യു ഓൾ. താങ്ക് യു.